പഞ്ഞി ഏതാരോ ബ്ലഡ് തിരുമണ്ട ഇതെന്തോന്നത്? ഇതേ ഓസ് നോക്കിയിട്ട് കണ്ടില്ല, തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല. ബ്ലഡ് കിട്ടിയിട്ടുണ്ട്. ഒരു ഗ്ലൗസ് വേസ്റ്റ് ആയി. രണ്ട് കോവിഡ് ടെസ്റ്റാ. അതെ, ഇത് റിസൾട്ട് ഉടനെ കിട്ടുമല്ലോ അല്ലേ? ഇതെന്തെങ്കിലും ഫോട്ടോ സ്റ്റാർട്ട് എടുക്കാൻ വന്നാണ്. ഇതിന്റെ സ്രവൊക്കെ എടുത്തിട്ട് അതിന് ടൈം എടുക്കും. ഒരു 4 മണിക്കൂറെങ്കിലും ടൈം എടുക്കേ. എന്തൊരു കഥയാണ്. 4 മണിക്കൂർ. പേരെന്താണ്? പേര് അതിൽ എഴുതിയിട്ടില്ലേ? ഇതിലെഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെയാണെന്ന് എനിക്ക് അറിയണ്ടേ? പറഞ്ഞു കൊടുക്കി. എന്റെ സുഹൃത്തെ, ഈ ആശുപത്രിയുടെ ഗേറ്റിൽ മുമ്പിലിരിക്കുന്ന സെക്യൂരിറ്റിയോട് മുതൽ ഭരണ ആൾക്കാരോടൊക്കെ പേരും ഊരും പറഞ്ഞിട്ട് റെപ്യൂട്ടേഷൻ അടിച്ചത് മടുത്ത്. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഡോക്ടറോട് പേര് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ടെക്നീഷ്യനോട് പറഞ്ഞുകൂടാന്നില്ലല്ലോ. അല്ലെ, ഡോക്ടർ നോക്കിട്ട് ഇതിൽ എന്റെ പേര് നിങ്ങളുടെ പേര് പറ മിസ്റ്റർ. പേരൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. മന്മഥൻ. അത് പറഞ്ഞാ പോരെ? മണ്ടോദരി. ഒരു നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം. നെഗറ്റീവ് തന്നെ വേണം. അപ്പൊ മന്മഥൻ ആരാണ്? നിങ്ങൾ അങ്ങോട്ട് മാറിക്ക്. എന്റെ പെങ്ങളെ സാമൂഹ്യ അകലം പാലിക്ക്. നിങ്ങൾ നീങ്ങി നിക്ക്. എന്റെ ഭർത്താവല്ലേ? ഭർത്താവാണെന്നും പറഞ്ഞിട്ട് എനിക്ക് രണ്ടുപേരെ മൂക്കിലോട്ട് ഇടാൻ പറ്റും. ഒരാളെ ഇരുത്തിയിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ചൂടാവണ്ട. ഞങ്ങൾ കാശ് അടച്ചിട്ടാണ് ടെസ്റ്റിന് വന്നത്. അല്ലെ പിന്നെ ഞങ്ങൾ സർക്കാർ ആശുപത്രി പോയപ്പോരെ. എന്തിനാ ഇയാൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇയാൾക്ക് ഇത് ഒന്നും അറിഞ്ഞൂടാന്നാണ് എനിക്ക് തോന്നുന്നത്. 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ കോവിഡ് വന്നിട്ട് 6 മാസമായിട്ടുള്ളൂ. കോവിഡിനല്ല പറയണത്, ഈ ലാബിൽ 6 വർഷമായി മൂപ്പര്. എന്ത് ലാബിൽ വർക്ക് ചെയ്യേണ്ട കാര്യമല്ല, വർഷങ്ങളായാലും മനുഷ്യ പറ്റി വേണം കുറച്ചൊക്കെ. മൂപ്പര് അത്യാവശ്യം ഒരു ചൂടാണ്. അന്ന് വെച്ച് ചൂട് കുറവാ. ഇതാണോ ചൂട് കുറവ്? പിന്നെ ഞാനായിട്ട് പോട്ടെ. ഈ നോക്കൂലേ സാമൂഹ്യം താൻ കൊണ്ടുപോകണം. ആടിന്റെ അടുത്ത് പോലും കുറച്ചൊക്കെ മനുഷ്യത്തെ ആൾക്കാർ കാണിക്കും. മാസ്ക് താത്തത് ഇതെന്തിനു? ഇത് വേണ്ട. മാസ്ക് താത്ത്. ഞാൻ പതിയെ മൂക്കിലോട്ട് ഒരു ഇത് കടത്തി വിടും. എന്തെങ്കിലും ഛർദ്ദിക്കാൻ വരെ തുമ്മാനാ തോന്നിയാൽ കൈയൊന്ന് ഉയർത്തി കാണിച്ചാൽ മതി, ഞാൻ എടുത്തോളാം. ഒന്നുമില്ല, ഒന്നും പേടിക്കാനില്ല കേട്ടാ. മണ്ടോ, നീ ഇവിടെ ഉണ്ടാവണേ, അടുത്തുണ്ടാവണേ. അങ്ങോട്ട് ഇങ്ങനെ മാറണ്ട. അവിടെ നിന്നോ, അവിടെ നിന്നോ. എന്റെ ഒരു സമാധാനത്തിന് നീ വേണം. നീ നിൽക്കിവിടെ. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ദൂരെ നിൽക്കാൻ. അല്ലാതെ സുഹൃത്ത്, ഇത് എന്റെ ഭാര്യയാണ്. അവളെ അടുത്ത് നിന്നോട്ടെ. എന്റെ ഒരു സമാധാനം. ഭാര്യയും ഭർത്താവും ഒക്കെ വീട്ടില്. നിങ്ങൾ മാറിയേക്ക്, ഞാൻ ചെയ്തോളാം. അത് മാറി നിക്കൊന്ന്. അതെ മണ്ടോ, നിനക്ക് കാണാൻ പറ്റുന്ന അകലത്തിൽ നിൽക്ക്. ഇടാൻ പോണേണത്. വേദനിക്കോ? ഇല്ല ഇല്ല ഇല്ല. പിടിച്ചോ. പിടിച്ചോ. തുമ്മല് തുമ്മല് തുമ്മല്. ഹലോ ഹലോ, മൻമോഹൻ സാറാണോ? അതെ സാറേ, ഇത് ദൃഷ്ടിദ്യുമ്നൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിനാ. എവിടുന്ന്? സാർ ഇവിടെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നില്ലേനോ? അവിടുത്തെ ഫ്രണ്ട് ഓഫീസിലെ മൊയ്തുവാണ് സാർ വിളിക്കുന്നത്. എന്താ മൊയ്തു? സാറ് ക്വാറന്റൈനിലാണല്ലോ അല്ലേ? വൈഫ് പോസിറ്റീവ് ആണല്ലോ അല്ലേ? സാറേ, വീട്ടിൽ തന്നെയാണോ ഇരിക്കുന്നത്? വീട്ടിലാ. സാറേ, വീടൊന്നും അത്ര സേഫ് അല്ല കേട്ടോ സാർ. ഇവിടെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വന്നാലേ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഭാര്യ പോസിറ്റീവാണ്, സാറ് ക്വാറന്റൈനിലാണ്. അപ്പൊ ഞാൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒരു പാക്കേജ് ഉണ്ട് സാർ, അത് പറയാൻ വേണ്ടി വിളിച്ചതാണ്. എന്താ പാക്കേജ്? എന്താ പാക്കേജ് എന്ന് പറഞ്ഞാൽ സാർ, ഇപ്പൊ ഇങ്ങനെ പോസിറ്റീവായ ആളുകൾക്കും ക്വാറന്റൈൻ ആളുകൾക്കും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു ഇൻഡിവിജ്വലിന് 1,50,000 വരും. ഒരാളിന് 1.5 ലക്ഷം രൂപ? 1.5 ലക്ഷം രൂപ. അയ്യോ, അത് ഭയങ്കര കൂടുതലല്ലേ? അല്ല സാർ, അങ്ങനെയാണെങ്കിൽ ഫാമിലി പാക്കേജ് എടുത്താൽ മതി സാർ. ഫാമിലി പാക്കേജ് എടുക്കുമ്പോൾ 25 രൂപ കുറഞ്ഞിട്ടു, 2,75 ചെയ്യാം. അയ്യോ, 2,75 എന്ന് പറഞ്ഞാൽ അതും ചെറിയ തുകയല്ല, അതും വലിയ തുകയാണ്. സാറേ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സാർ ആരോടും പറയണ്ട, ഇവിടെ ഒരു സ്റ്റാഫ് ഡിസ്കൗണ്ട് ഉണ്ട്. അതെ. അപ്പൊ അതിപ്പോ വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ റിസ്കിൽ ഞാൻ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പൊ ഒരു 2.5 ഉറുപ്പിക നമുക്ക് ഉറപ്പിക്കാം. എങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഇത് അവിടെ നിന്ന് ഒരു 4 പേരെ കൂടെ കൂട്ടിയാലേ, അപ്പൊ അവരുടെ ഒരു 25 വെച്ചൊരു ഡിസ്കൗണ്ട് കൂടെ കിട്ടിയാൽ എനിക്ക് കുറച്ച് എമൗണ്ട് കുറഞ്ഞിരിക്കും.
നോക്കാം, ഒരു സഹായം ചെയ്യും. നമ്മള് വിദേശികള്, നമ്മള് പ്രവാസികളൊക്കെ അല്ലേ. സാറ് തമാശാക്കണ്ട സാറേ. ഇവിടെ ഇപ്പം എന്താ പറയുക, 2 ഡെത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത ആൾക്കാർ വീട്ടിൽ പോയിട്ട് ക്വാറന്റൈൻ ചെയ്തിരുന്ന ആളുകളാണ്. സ്ഥിതിഗതികളൊക്കെ ഭയങ്കര വഷളാ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വിഷമം വന്നാലേ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വൈഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വൈകിട്ട് വിളിച്ചാൽ മതിയല്ലോ. ആ ശരി സാർ, താങ്ക് യു. ആരാ? ആ, ഒരു പരിചയക്കാരനാ. അതെ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇപ്പൊ പരിചയക്കാരുടെ മുഖം എല്ലാം ഒരുപോലെയായി. ഇതൊന്ന് മാറ്റുവോ? സത്യ താനായിരുന്നാ? ആ, അവിടെ നിന്നാ മതി. താനെന്തിനിപ്പോ ഇങ്ങോട്ട് വന്നേ? ഞാൻ ഈ വഴി അങ്ങ് പോയപ്പോ എന്തെങ്കിലും സാധനങ്ങൾ വല്ലതും വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് കയറി, അത്രേ ഉള്ളൂ. സാധനങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ ഉണ്ട്. ആ, എനിക്ക് അല്ലാതെ ഒരു ചെറിയ സഹായം ചെയ്തു. ഇതാണോ? ഇല്ല. എന്റെ ചങ്ങാതി അതല്ല, പിന്നെ ഈ ക്വാറന്റൈൻ്റെ ദിവസം ഒന്ന് കുറച്ചു തരാൻ പറ്റുമോ? പിന്നെന്താ, പറ്റുമല്ലോ. അടുത്ത മന്ത്രിസഭ കൂടുമ്പോ നമുക്ക് പറയാം. പറ്റും. അതെ, വളിപ്പടിക്കല്ലേ. പിന്നെ ഒന്നാമത് മനുഷ്യൻ ഇവിടെ ഇരുന്ന് നരകിച്ചിരിക്കുക. അല്ല, എങ്ങനെയുണ്ട് മണ്ടുവിന്റെ? മണ്ടുവിന് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അല്ല, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. എന്ത് കുഴപ്പം? അവള് കുതിരക്കുട്ടിയെ പോലെ തുള്ളിച്ചാടി കിടക്കുക. വിളിക്കണോ? അയ്യോ വേണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അയ്യോ, എന്തൊരു ശല്യമാന്ന് നോക്കിയേ. ഹോസ്പിറ്റലുകാരാ ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയ ഉടനെ വിളി തുടങ്ങിയത്. ഇതിപ്പോ ഒരു 20ാമത്തെ കോളായി. അത് രണ്ടാളെയും കൂടെ അവിടെ അഡ്മിറ്റ് ആവാൻ. അവിടെ എല്ലാ ഫെസിലിറ്റീസും തരാം, എനിക്ക് ക്വാറന്റൈനും മണ്ടുവിന് ട്രീറ്റ്മെന്റും ഒക്കെ തരാം. രണ്ടാൾക്കും കൂടെ 3 ലക്ഷം രൂപ കൊടുത്താൽ മതി. 3 ലക്ഷം രൂപയോ? ആ, ഇപ്പൊ ബാർഗൈൻ ചെയ്ത് സംസാരിച്ചാൽ പറഞ്ഞു 50 രൂപ കുറച്ച് തരാം, 2.5 കൊടുത്താൽ മതി. 5 സ്റ്റാർ ഫെസിലിറ്റീസ്, TV, പിന്നെ അവിടെ ഫുഡ്, AC, എല്ലാ ഫെസിലിറ്റിയും തരാം. എന്റെ പൊന്നു ചങ്ങാതി, അപ്പൊ നീ എവിടെ ടെസ്റ്റ് ചെയ്തത്? നമ്മുടെ ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തുള്ള ഒരു പ്രൈവറ്റ് ഇല്ലേ? അയ്യേ, പേരെന്താ, ഒരു വായിക്കൊള്ളാത്ത പേരാ. എന്തിനാ അവിടെ പോയത്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ ക്യൂ നിൽക്കണ്ടേ, ഭയങ്കര തിരക്കല്ലേ. ഇനി ഇത് അടുത്ത് വേണം, അപ്പൊ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയതാ. അങ്ങനെയാണെങ്കിൽ എനിക്കിതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് വിളികൾ അവർ വിളിച്ചു എന്നുള്ളത് കൊണ്ട് എന്തോ സംശയം തോന്നുന്നുണ്ട്. അല്ല, എനിക്കും ഉണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, ഞാനും കൊണ്ട് ഒരുമിച്ചാണ് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതെ, വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണല്ലോ ഇവിടെ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ എനിക്കും പോസിറ്റീവ് ആണല്ലേ. അല്ല, അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അതിപ്പോ ചില ആളുകൾക്ക് പ്രതിരോധശേഷി കൂടുതലുണ്ടാവും. നിനക്കത് കൂടുതലുണ്ടെങ്കിലോ? അല്ല, അതുണ്ടെങ്കിലും ഇവരുടെ ഈ വിളി എനിക്കും ഭയങ്കര സംശയമായിട്ട് തോന്നുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ട് മണ്ടുവിനെ ഒന്നും കൂടി നമുക്ക് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാം. അതിനിപ്പോ മണ്ടുവിനെ ഇപ്പൊ ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകാൻ പറ്റുമോ? അതെ, ആരോഗ്യ പ്രവർത്തകർ വന്ന് കൊണ്ടുപോക്കോളും. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നാൽ മതി. അപ്പൊ ശരി. ഓ, ഇവന്മാരെ കൊണ്ട് കുറെ വലിയ ബിൽഡിംഗ് കെട്ടിയിട്ട് ആൾക്കാരെ പറ്റിക്കാനായിട്ടിരിക്കണം. ഹലോ ഹലോ, എന്റെ മന്മ സാറേ, അന്ന് മാസ്ക് മേടിക്കാന്ന് പറഞ്ഞ് പോയ ആളല്ലേ ഇപ്പാ വരേണ്ടത്? മാസ്ക് തീർന്നു പോയി. സാനിറ്റൈസർ 2 ബോട്ടിൽ ഉണ്ട്, അത് എടുത്തോ. അതെ, ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. നിന്റെ ഉത്തരവാദിന്റെ കാര്യമല്ല ചോദിച്ചത്, ഈ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന്. ഹോസ്പിറ്റലിന്റെ ഇതിന്റെ മുതലാളി ആരാണ്? ഉണ്ടായ ആളെ വിളിക്ക്. സാറുണ്ട്. എന്താ സാറേ? MD എവിടെയാണ്? MD ഒറ്റ മിനിറ്റ് സാർ, ടെസ്റ്റ് സാറേ. അതെ, എന്താ പ്രശ്നം? നീയൊക്കെ കൂടെ ആളെ പറ്റിക്കായിരിക്കണം. എന്താ സാർ പ്രശ്നം? എന്താ നമുക്കൊന്നും അറിയില്ലല്ലോ. എടാ, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ വന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്താ. എന്നിട്ട് അവർക്ക് പോസിറ്റീവ്, എനിക്ക് നെഗറ്റീവ് അല്ലായിരുന്ന. നിങ്ങളുടെ റിസൾട്ടിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തപ്പോ അവർക്ക് നെഗറ്റീവ്. എന്തിനാണ് നീയൊക്കെ ഇവിടെ ആശുപത്രിയിൽ നടന്നിട്ട് ആളുകളെ പറ്റിക്കായിരിക്കണം? നിങ്ങൾ ആരെയും ഹോസ്പിറ്റലിന്റെ? ഞാനിവിടുത്തെ PR ആണ് സാർ. ആരാണ്? PR ആണ്. ഈ ഹോസ്പിറ്റലിൽ MD എവിടെയാണ്? MD സാറേ, ഞാൻ MD എവിടെയാണ്? MD കാണാം സാർ. വിളിക്കാം. കാര്യം മനസ്സിലാക്കണേ, സർക്കാർ ആശുപത്രികളിലും തെറ്റൊക്കെ പറ്റാം. നിങ്ങൾ സർക്കാർ ആശുപത്രികളിലെ തെറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റലിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ സാർ, അങ്ങനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ ആദ്യം സർക്കാർ ആശുപത്രി പോയാൽ പോലും. ഞങ്ങളുടെ ഇഷ്ടമാണോ? നിങ്ങൾ ഇത്രയും വലിയ ബോർഡും വെച്ച് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി കുറെ ഡോക്ടർമാരെ പിടിച്ചിരുമ്പോ ഞങ്ങൾ വിശ്വസിച്ചു പോകും. നിങ്ങളൊക്കെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ MD വിളിക്കും. നിങ്ങളാണ് MD ആണോ? അല്ലല്ല, ഞാൻ സൂപ്രണ്ടാ. നിങ്ങൾ ആൾക്കാരെ കൊല്ലാനാണ് ഇവിടെ എവിടെ ഇരിക്കണേ? സാറേ, ഇയാൾ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നേ. അപ്പം ഇയാളുടെ ഭാര്യ പോസിറ്റീവ്, ഇയാൾ നെഗറ്റീവ് ആയി. അതിനെന്താ പ്രശ്നം?
രണ്ടുപേരും പോസിറ്റീവ് ആത്താണോ പ്രശ്നം? നിങ്ങൾ തമാശ കളിക്കരുത്. സാർ അങ്ങനെയല്ല, ഭാര്യ ഇവിടുന്ന് പോസിറ്റീവ് ആയിരുന്നല്ലോ, ഇപ്പൊ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നോക്കിയപ്പോൾ നെഗറ്റീവ് ആണ്. എന്താണ്? അതെന്തിനാണ് നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്ത്? ഇവിടെ ചെക്ക് ചെയ്തപ്പോ പോസിറ്റീവ് അല്ലേ, പിന്നെ അവിടെ പോയി ചെക്ക് ചെയ്തപ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടായത്? അതുകൊണ്ട് ഞാൻ പ്രശ്നം ഉണ്ടായത്. അതെ, നിങ്ങളിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ പോയി ടെസ്റ്റ് ചെയ്തത്. അങ്ങനെ പറയരുത്, ചില കേസുകളൊക്കെ അങ്ങനെ സംഭവിക്കും. എന്ത് കേസുകൾ സംഭവിക്കുന്നത്? ഇന്ന് പോസിറ്റീവ് ആയിട്ടുള്ള കേസ് നാളെ നെഗറ്റീവ് ആവുമോ? പിന്നെ എത്രയാവും? ഇവിടെ തന്നെ എത്ര കേസുകൾ നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കില്ല സാറേ. അതെ, ഈ കൊറോണ എന്ന് പറയുന്നത് അങ്ങനെ സ്ഥിരമുള്ള ഒരു സാധനമൊന്നല്ല. അത് ചിലപ്പോ വരും, ചിലപ്പോ പോവും. ഒരു നിലപാടില്ലാത്ത സാധനമാണ്. എന്നെ പൊന്ന് സാറേ, ജലദോഷം പനിയായിട്ട് ആശുപത്രിയിൽ വരുന്ന ആളുകളെ നിങ്ങൾ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നിങ്ങൾ ആളുകളെ പിഴിയണോ? എന്റെ സാറേ, നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ ചൂടാവില്ല. ചൂടായ ടെമ്പറേച്ചർ കൂടും, പിന്നെ എനക്ക് എന്റെ മെഷീൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ആശുപത്രിയിൽ ഞാനും എന്റെ ഭാര്യയും കൂടെ വന്ന് ടെസ്റ്റ് ചെയ്ത് അവക്ക് പോസിറ്റീവ്, എനിക്ക് നെഗറ്റീവായി. അടുത്ത ദിവസം മുതലേ വിളിക്കാൻ തുടങ്ങി. ഇവിടെ ക്വാറന്റൈനിൽ ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കാം, ഇവിടെ ഞങ്ങൾ എല്ലാ ഫെസിലിറ്റിയും തരാം, 3 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ 50,000 കുറച്ച് തരാന്നൊക്കെ പറഞ്ഞു. എടാ നിന്റെ അതിന്റെ ഡ്യൂട്ടിയാണ് സാർ. എന്ത് ഡ്യൂട്ടിയാണോ? ഇങ്ങനെയാണ് ആൾക്കാരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യണത്? ഞങ്ങള് കഷ്ടപ്പെട്ട് ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കി ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ നീ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. നിങ്ങളിങ്ങനെ മനസാക്ഷിയില്ലാണ്ട് സംസാരിക്കില്ലേ? ഇതൊരു ആശുപത്രി അല്ലേ, ഇവിടെ അങ്ങനെയൊക്കെ നടക്കുവോ? ഇത് ആശുപത്രി? ഇതാണ് ആശുപത്രി? ഇത് ആശുപത്രി അല്ല, ഇത് അറവുശാലയാണ്. നിങ്ങൾ നിങ്ങളുടെ ആ ആശുപത്രി എന്നുള്ള ബോർഡ് മാറ്റിയിട്ട് അറവുശാല നോക്കി, അതാ നിങ്ങൾക്ക് ചേരുക. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ, അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.